ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച അതിദാരുണമായ ഒരു നാടൻ കിളിയുടെ കരളലിയിക്കുന്ന നേർക്കാഴ്ചയാണ്. ചാരത്തലയൻ ബുൾബുൾ അല്ലെങ്കിൽ ഗ്രേ ഹെഡഡ് ബുൾബുൾ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് കിളികളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണിത്. ഒരു ദിവസം ഞാൻ എൻ്റെ ചെടികളുടെ ഭംഗി ആസ്വദിച്ച് നടക്കുമ്പോൾ കാർ ഷെഡിലിരുന്ന ഒരു പിങ്ക് സിങ്കോണിയം ചെടിയുടെ ഇടയിൽ ഒരു കിളിക്കൂട് കാണാനിടയായി. കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അതിൽ 3 മുട്ടകൾ കണ്ടു. എന്നിലെ കൗതുകം ആ മുട്ടകളെയും കിളിക്കൂടിനെയും സസൂക്ഷ്മം വീക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. അമ്മക്കിളി മുട്ടയുടെ പുറത്ത് അടയിരിക്കുമ്പോൾ അച്ചൻകിളി ചുറ്റുപാടുകൾ വീക്ഷിച്ച് കാവൽ നിൽക്കുന്നത് കൗതുകരമായൊരു കാഴ്ചയായിരുന്നു. അമ്മക്കിളി തീറ്റ തേടി പുറത്തു പോകുമ്പോൾ അച്ചൻകിളി ഇതുപോലെ കാവൽ നിൽക്കുമായിരുന്നു. ആദ്യം എന്നെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അച്ചൻകിളി സമ്മതിക്കില്ലായിരുന്നു. അവരുടെ പരസ്പര സ്നേഹവും കരുതലും എന്നെ വളരെയധികം അതിശയിപ്പിച്ചിരുന്നു. നമ്മൾ ഉപദ്രവിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ കാറിൻ്റെ ഏരിയലിൻ്റെ പുറത്തും സോഫയുടെ സൈഡിലും ഒക്കെ വന്നിരിക്കാൻ തുടങ്ങി. പിന്നെ ഫോട്ടോയൊക്കെ എടുക്കാൻ ചെന്നാൽ നമ്മളെ കുത്തി ഓടിക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടുകാരായി. അങ്ങനെ ദിവസങ്ങൾ പോകവേ 3 മുട്ടകൾ വിരിഞ്ഞ് 3 കണ്ണു തുറക്കാത്ത കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അമ്മക്കിളി തീറ്റ കൊണ്ടുവരുന്നതും കാത്ത് കുഞ്ഞുങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തൂവലുകളും ചിറകുകളും മുളച്ചു വന്നു. കണ്ണുകളൊക്കെ തുറന്ന് വായൊക്കെ പൊളിച്ച് നോക്കിയിരിക്കുന്നത് കാണാമായിരുന്നു. അച്ഛൻ കിളിയും അമ്മക്കിളിയും മാറി ആ കിളികളുടെ കൊക്കിലേക്ക് തീറ്റകൾ കൊടുക്കുന്നത് നമ്മെ ഏവരെയും സന്തോഷിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. തീറ്റകൾ കൊണ്ട് കിളികൾ വരുമ്പോൾ കുഞ്ഞു കിളികൾ വാ പൊളിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നുകയില്ല. കുഞ്ഞിക്കിളികൾ പറക്കമുറ്റുന്നതും അവരെ പറക്കാൻ പഠിപ്പിക്കുന്നതും കാണാൻ ആകാംക്ഷയോടെ ഞാൻ കാത്തിരുന്നു. പക്ഷേ അപ്പോഴാണ് ആ ദാരുണമായ സംഭവം ഉണ്ടായത്. ഒരു സന്ധ്യയ്ക്ക് ചട്ടി മറിയുന്ന സൗണ്ട് കേട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നെ കണ്ണീരിലാഴ്ത്തി. ആ കൂട്ടിൽ ഒരേ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. മറിഞ്ഞു വീണ ചട്ടിയും ചെടിയും നേരെ വെച്ച് ചുറ്റും മറ്റ് ചട്ടികൾ വെച്ച് മറിയാതിരിക്കാൻ ബലപ്പെടുത്തിയിട്ട് ചുറ്റുപാടും ബാക്കി കുഞ്ഞുങ്ങളെ തിരഞ്ഞിട്ട് കണ്ടില്ല. സങ്കടത്തോടെ അകത്തേക്ക് വരുമ്പോൾ വീണ്ടും ചട്ടി മറിയുന്ന സൗണ്ട് കേട്ട് ഓടിച്ചെന്നപ്പോൾ ഒരു കള്ളിപ്പൂച്ച അവസാനത്തെ കിളി കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന ദാരുണമായ കാഴ്ചയാണ് കണ്ടത്. എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. അച്ചൻകിളിയും അമ്മക്കിളിയും കൂടിന് ചുറ്റും പറന്ന് അവരുടേതായ ഭാഷയിൽ ശബ്ദമുണ്ടാക്കി കരഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ തിരയുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു.
കണ്ടു നിൽക്കാൻ ശേഷിയില്ലാതെ ഞാൻ അകത്തേക്ക് പോയി. ഈ സംഭവം എന്നെപ്പോലെ നിങ്ങളിലും വേദനയുളവാക്കിയെന്ന് വിചാരിക്കുന്നു. ഒഴിഞ്ഞ കൂട് കണ്ട കിളികൾ പറന്നകന്നു. ഈ കഥ ഇവിടെ സങ്കടത്തോടെ കണ്ണീരോടെ നിർത്തുന്നു. ഇനിയും വീണ്ടും കാണാം. ബൈ ബൈ.